ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ച് നല്ല കിടിലിന് ഒരു ഐറ്റം പഠിക്കാൻ പോവാണ്, തീപ്പൊരി ചിക്കൻ. അപ്പൊ എങ്ങനാ നമുക്കൊരു സൂപ്പർ സാധനം ഉണ്ടാക്കിയില്ലേ ചിക്കൻ വെച്ച് ഐറ്റം? പറഞ്ഞു തരുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ നല്ല കിടിലിനായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകണേ. ചടപടേന്നായിക്കോട്ടെ, ചടപടേന്നായിക്കോട്ടെ. പെട്ടെന്ന് തീർത്താ ചിക്കൻ കോഴിയാണോ താറാവാണ്? ഉയലാടും ചെല്ലപ്പങ്കിളി എൻ്റെ ബാലഗോപാലനെ എണ്ണ തെറ്റിക്കുമ്പോൾ പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോ മനി ചയ്യയ്യോ അയ്യോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പിള്ളേരെ നമ്മൾ നല്ലപോലെ വരഞ്ഞെടുക്കാൻ പോകും. നമ്മുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ വരഞ്ഞെടുക്കാൻ പോകാം. കഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതാ ഓക്കെ, സെറ്റ്. വീട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും എല്ലാം കരയിപ്പിക്കുന്നത് സീരിയലാണെങ്കിൽ, നമ്മളെപ്പോലുള്ള പാചകക്കാരായ ആമ്പിള്ളേരെ കരയിപ്പിക്കുന്നത് ഉള്ളിയാണ്. ഉള്ളിയെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട് പറയാൻ. നമ്മളെപ്പോഴുള്ള പാചകക്കാരൻ നീ കൂടുതൽ പറയണ്ട. നീ എവിടുത്തെ പാചകക്കാരനാ? നമ്മളിപ്പോൾ പാചകക്കാരനായില്ലേ? നാലുള്ളി വിളിച്ച പാചകക്കാരനായി. ദേഹണ്ണക്കാരൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ തേക്കാനായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. ചിക്കനിൽ തേക്കാനുള്ള മസാല. ഓക്കെ, ചിക്കനിൽ തേക്കാനുള്ള മസാല അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ അരച്ചതാ. വെങ്കായം, മുളക് പൊടി തട്ടി കൊടുക്കും. അതെ, ഇത് ഇത്രയും കളഞ്ഞാൽ മതിയോ? ഇത് ഇത്ര മതിയോ? ഇനിയും വേണോ? ഇത്ര പകുതിക്കാൻ കളഞ്ഞു. ഇനിയും കളഞ്ഞാൽ അത് തീർന്നു പോകും. നീ അതിന്റെ തൊലി കളഞ്ഞില്ലേ? കുനുകുനേന്നറിഞ്ഞു. കുനുകുനാണ്. അപ്പോൾ അടുത്ത മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. മുളക് പൊടി ചേർക്കും. മുളക് പൊടി നല്ല എരിവ് കൂടുതൽ ഇട്ടോ കേട്ടോ. ഓക്കെ, ഇരിക്കട്ടെ. അത് മതി. അടുത്ത് നമുക്ക് ഗരം മസാല. തട്ട്. ഗരം മസാല ഒത്തിരി അയച്ചോ, അപ്പോൾ നമുക്ക് കുറച്ച് ചേർക്കാവുള്ളൂ. കുരുമുളക് പൊടി. ഇട്ടോ. ഈ ഉള്ളിലൂടെ വെളുത്തുള്ളി ഇതാണല്ലേ. ഉപ്പ് തട്ട്. സാൾട്ട്. മഞ്ഞൾപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി തട്ടിക്കിട. മതി. ലേശ. കുറച്ചുകൂടെ മതി, നിൽക്കട്ടെ. ഇനി നല്ലപോലെ ഇളക്കി. ഇനിയാണ് ഇളക്കാൻ പോവാണ്. ഇവിടെ വെച്ചാലും താഴെ തമ്പി എണ്ണ വിടേ. മതി. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ചിക്കൻ എടുത്താൽ അങ്ങോട്ട്. ഇനി നമ്മുടെ പിള്ളേരില്ലേ എന്തുവരില്ലേ അങ്ങോട്ട് തട്ടിക്കൂടെ. നല്ലപോലെ അങ്ങോട്ട് അപ്പോൾ വരയിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. തേച്ച് അതിൻ്റെ വയറിനകത്തും ഒക്കെ തേച്ച് പറ്റിച്ചേരും. സ്പീഡും കൂടി. വീഡിയോ എടുത്താൽ സ്പീഡ് കൂടി. കൈയൊക്കെ അരിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കൂട്ടന്മാരെ ഒരു മണിക്കൂറത്തേന് റെസ്റ്റിന് വിടാം. റെസ്റ്റ് ഇൻ പീസ്. നമുക്ക് അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് കണ്ടോ കുക്കറിലേക്ക് ഇങ്ങനെ ഇറക്കി വിടാം. 1 2. ഭയങ്കരമാണ് ആള്. ആർക്ക്? എടാ പോയി അതാ കുക്കറിൽ അടിച്ചല്ലോ ചിക്കൻ. ഒരു ഒറ്റ വിസിൽ അടിച്ചാൽ മതി. അല്ലല്ല വീട്ടിലേക്ക്. എടാ പോയി എടുത്തോണ്ട് പോവാ. അടേ അടുപ്പ് കൂട്ടാ. ഡേയ് വാങ്ങടാ.
ഗൈസ് നമ്മൾ അയ്യം മുഴുവൻ നടന്നത് ചൂട്ട് പറക്കുകയാണ്, സോറി ചുള്ളിൽ പറക്കുകയാണ്. ചുള്ളിലൊക്കെ വാരിക്കൊണ്ടിട്. എൻ്റെ കയ്യിൽ എക്സ് മോഡൽ കത്തയില്ലാതായിപ്പോൾ. ചാർലി, ഇന്ന് നമുക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ചാർലി അല്ല, ബക്കാടി. ബക്കാടി, come on. നീ എങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടെന്ന് ചിക്കൻ്റെ മണം അടിച്ച് വരുവാന്ന്. മണം പിടിച്ചിങ്ങ് വന്നതാ. ഇത് യൂട്യൂബാ. ഞാൻ അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പാത്രം വെച്ച് കൊടുത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കടുക് എന്തിടാ, ഓടിപ്പോടുത്തണം, ഒറ്റ ഓട്ടത്തിൽ പോയിട്ടോ. ആരാടാ ഈ ഇത് പൊട്ടിച്ച എണ്ണ? ഇതുവരെ വൃത്തികെട്ട പൊട്ടിച്ചേക്കാം. നിൽക്കി ഇതും തിളച്ചോട്ടെ. കടുക് പൊട്ടിത്തെറിച്ചാൽ വലിയൊരു ശബ്ദം കേൾക്കും. ആഹാ, പൊട്ടണുണ്ട്. പൊട്ട് പൊട്ടാനാ താമസം. നമ്മൾ ചേരി ചേട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കടുവറ. ഓക്കെ, പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില അല്ല, അകത്ത് തന്നെ ഇറങ്ങാം. കറിവേപ്പില തട്ടി കൊടുത്തു. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച, ചെറുതാന്നൊക്കെ പറഞ്ഞിട്ട് വലുതൊക്കെ ഉണ്ടല്ലോ അവിടെ അതിനകത്ത്. അപ്പോൾ ഇനി നമ്മൾ വേണ്ടേ തക്കാളി, കൊച്ചുള്ളി, പച്ചമുളക് എല്ലാം കൂടെ വൃത്തികെട്ടവന്മാർ മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ വാരി ഇടാൻ പോവാണ്. എല്ലാം ഇട്ടു. അപ്പോൾ പച്ചമുളക്, കൊച്ചുള്ളി, തക്കാളി എല്ലാം കൂടെ തട്ടി കൊടുത്തിട്ടുണ്ട്. അവനെ ശകലം ഉപ്പിങ് ഇട്ടു. തക്കാളി നേരത്തെ ഇട്ടതല്ല, തക്കാളിക്ക് അതിൽ എണ്ണ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ആക്കിയാണ്ടായിരിക്കുന്നത്. എടാ മസാല ഇറങ്ങാൻ പോവാണ്. പറഞ്ഞോ ഏതൊക്കെയാ? മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അപ്പോൾ നമുക്ക് തട്ടിക്കോട്ടെ. അപ്പൂ ഇളകോട്ടെ, ഇളക്കി അങ്ങോട്ട് കൊടുക്കണ്ട അപ്പൂ. നമ്മുടെ ഗ്രേവിക്കകത്തിലേക്ക് നമ്മൾ നല്ല ഒന്നാന്തരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം. തട്ടിക്കൊടുത്തോ. അടിപൊളിയേ. കുക്കർ ചിക്കൻ തുറക്കുകയാണ്. കയ്യൊന്നും വെള്ളക്കില്ല. ആഹാ, അടിപൊളി. മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇനി ഇവനെ നമുക്ക് നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് എടുത്ത് തട്ടിയിടാം. വിനാഗിരി ഒഴിക്കാം. ഓക്കെ, വിനാഗിരി ഒഴിച്ചു കൊടുക്കും. പൊടിക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, ആ ഒരു പുളിക്ക്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഇതിനകത്തിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോഴേ ചിക്കൻ ഗൈസ്, നമ്മളെ മിടുക്കനെയും തട്ടിക്കെടുക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് ഈ ഗ്രേവി എല്ലാം അതിൻ്റെ അകത്ത് ചിക്കൻ്റെ ഓരോ ഭാഗത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇനിയും കുഴി കുത്തി മൂടാൻ പോവാണ്. അതിന് വേണ്ടി നമുക്ക് കുഴി എടുക്കാം. അപ്പൂ കിച്ചിക്കോ. അപ്പോൾ നമ്മുടെ കുഴി എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിയിൽ ഒരു ലേശം കരിയിലിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വിറകിട്ട് നമുക്ക് കത്തിച്ചു കൊടുക്കാം. ആഹാ, ചിക്കൻ പൊതിയാനായിട്ടുള്ള വാഴയിലേക്ക് 1, 2, 3, 4 വാഴയിലേക്ക് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യ ലെയർ നമ്മൾ പൊറോട്ട വെക്കാൻ പോകണം. പൊറോട്ട എടുത്ത് അങ്ങോട്ട് നേരത്തെ ഇട്ടാ നിരത്തിയടി. നിരത്തി. എത്ര പൊറോട്ട ഉണ്ട്?
30 പൊറോട്ട 30 പൊറോട്ട കീച്ച് 30 പൊറോട്ട നിരത്തി പറയുമ്പോൾ ആൾക്കൊരാൾക്ക് 7 എണ്ണം വെച്ച്. നീ കണക്കിൽ രാജാവാണ്, നിന്റെ ബുദ്ധി റോക്കറ്റ്. മാനമാണല്ലേ. ഓക്കെ, എൻ്റെ സുഹൃത്തുണ്ടോ ഫോട്ടോ എടുപ്പാ, ആ എനിക്ക് വയ്യ. ആ ഗ്രേവി ഓ അമലേ ആ അടി കാച്ചാൻ പോവാ. ഗ്രേവി കാച്ച് ഗ്രേവി. ഇമ്മച്ചിയേ ഇമ്മച്ചിയേ ചന്ദ്രക്കുട്ടന്മാർ അടി ഗ്രേവി അടി പറത്തേക്ക്. ഒന്ന് പരത്തി വിടാ. ആടിപ്പോൾ മോനെ ഇന്ന് ഞാൻ 11 പൊറോട്ട തിന്നു. അപ്പം ഇനി നമ്മുടെ കോഴിക്കുട്ടന്മാരെ ആരെ ചെക്കനെയും പെണ്ണിനെയും നമ്മൾ തട്ടാൻ പോവാണ്. ആഹാ കിടത്താനെ കിടത്താൻ കൊണ്ട് കിടത്താം. ഞാനത് മലത്തി കിടത്ത. ആ കിടത്ത്. ആഹാ കൊക്കരക്കോ. ആഹാ ആടിപ്പോളി. ക്യാപ്സിക്കവും നമ്മുടെ മല്ലിയില. ക്യാപ്സിക്കം ഇടുന്നത് നമ്മുടെ ഹരിപ്പാട് സ്വദേശി. മുട്ട പിഴിഞ്ഞത് എവിടെ? കോഴിയുടെ വയറിൽ മുട്ട എവിടെ? കോഴിയെ നമ്മൾ കോഴിക്ക് 3 മുട്ട. 3 മുട്ട. അതാണ് എടുത്ത് ഗ്രേവിയിൽ ഇങ്ങനെ മുട്ട അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ വേണ്ട വയറിലോട്ട് അങ്ങോട്ട് അമ്പട തന്നെ അത് പോയി. എന്നിട്ട് തന്നെ പോട്ടെ കോഴിയുടെ മണ്ട ഇത്. ഇത് ഒഴിക്കാം. ശരി കൊച്ചെ അടി കൂടുവളഞ്ഞ് വാങ്ങി. ക്യാമറക്കകത്ത് കോരി ഒഴിക്കരുത് ഗ്രേവി. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ പൊറോട്ട അങ്ങോട്ട് കീച്ചാൻ പോകണം. അടുത്ത ലെയർ പൊറോട്ട അങ്ങോട്ട് പോട്ടെ. അടി അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇടേ. പൊതി അവനെ കൊണ്ട് പൊറോട്ട കണ്ടുപിടിച്ച നാട്ടിൽ നിന്ന് വന്ന ആളാണ് പൊറോട്ട വെക്കുന്നേ. അടി ഒരുപാട് ഇവിടെ ഫില്ലി കൊച്ചാട്ടം പൊറോട്ട അടിക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊറോട്ടയും വെച്ച് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞാലോ? അങ്ങനെ എന്നാ പിന്നെ ഒരു സൈഡിൽ നിന്ന് പിടിച്ചോ. അങ്ങനെ നമ്മുടെ ഒരു കാല് കാണാനുള്ളവർ കണ്ടു കെട്ടിവിടാം. അങ്ങനെ നമ്മുടെ 2 കൂട്ടന്മാരും നമ്മുടെ പൊതിഞ്ഞ് അരക്കകത്തിൽ നമ്മൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണോ കയറെന്നും പറയാ. ഇത് അബാന്റെ കയറു. നമ്മൾ കത്തിച്ച വിറകൊക്കെ കനലായിട്ടുണ്ട് അമ്പട. ഇനി നമ്മൾ ഇല ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് വിട്ട് നമുക്ക് തവി മണ്ണ് പെതിയെ തട്ടി കൊടുക്കാം. മണ്ണ് തട്ടി കൊടുത്തിട്ട് നമ്മളെ ചിക്കനെ തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ഉണ്ടാതെ ഉരിയാടാതെ എന്നെ കുഴി തള്ളിയിടരുത്. ഓക്കെ. അപ്പം നമ്മുടെ കോഴിക്കുട്ടന്മാരെ നമ്മൾ മൂടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടക്കിനി നല്ല കിടിലിനായിട്ട് നമുക്ക് അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. കന്നിപ്പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളുന്നേ, നിന്നെ കിട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ. പുള്ളിമാൻ മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നിരക്ക്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ വേണ്ട 1 മണിക്കൂർ 1.5 മണിക്കൂർ കത്തിയ സാധനമാണ്. കത്തി നമ്മുടെ എല്ലാം ചാരമായിട്ടുണ്ട്. ഇപ്പോഴും നല്ല കനലുണ്ട്. അപ്പോൾ നമുക്കിനി ഇവനെ മാന്തി എടുക്കാം. അമൽ മച്ചാൻ മാന്താൻ പോവുകയാണ്. മച്ചാന്മാരെ അമൽ മച്ചാൻ മാന്താൻ പോവുകയാണ്. മാന്തിക്കണം. കനൽ മാറ്റിയിരിക്കുകയാണ് ഗൈസ്. മാന്ത് ചറപറ മാന്ത്. ആവി പറക്കുകയാണ്. മണ്ണിൽ നിന്ന് ആവി പറക്കുകയാണ് ഗൈസ്. ആവി പറക്കട്ടെ. ആവി പറക്ക. അതിലേക്ക് സാധനം നമ്മുടെ ഇലയിലോട്ട് കൊണ്ട് കിടത്തിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ തുറക്കാനായിട്ട് പോവുകയാണ്. ഇവർ വരാനായിട്ട് സ്കൂളിൽ നിന്ന് വരാനായിട്ട് വൈകിയതുകൊണ്ട് നമ്മൾ ചിക്കൻ എടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു. ആവി പറക്കുന്ന സാധനമായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ചൂട് പോയിട്ടുണ്ട്. നമുക്ക് ഇനി തുറക്കാം. അപ്പോൾ തുറക്കാം. തുറക്കാം. അപ്പം തുറന്നു.
സാധനം ആഹാ അയ്യോ ആവിയൊക്കെ പോയി. ആദ്യം ഗുമുഗുമ ആവി അപ്പം പോലായിട്ടുണ്ട് ഗൈസ്. വേണ്ടേ ചൂട് ചൂട് ഭയങ്കര ചൂടാ കേട്ടോ. ചൂട് ചൂട് ആഹാ. ആവി പോയിട്ടില്ല മോനെ. ആഹാ അവിടെ ഞാൻ ഐശ്വര്യമായിട്ട് അങ്ങ് എടുക്കുകയാണ്. ആഹാ വെരി ജ്യൂസി. വാവ് കുഞ്ഞേ ജ്യൂസി ജ്യൂസി. കഴിച്ചു നോക്കാം. എല്ലാവരും ആവശ്യത്തിന് ഓരോരോ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ എടുത്തേ. തല നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവിയൊക്കെ കയറി പൊളി സാധനം. അപ്പോ എങ്ങനെയുണ്ട്? കഴിച്ചോ കഴിച്ചോ കഴി രക്ഷയില്ല, കീട് സാധനം, സൂപ്പർ സാധനം. കഴി കഴി അടി നീ കഴി 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 കഴിച്ചു. അല്ല ഞാൻ കഴിച്ചു കഴിച്ചു കഴി കഴി അടി. എങ്ങനെയുണ്ട്? വായി കപ്പ തോന്നുന്നു. എന്തോ വേണ്ടേ? അപ്പോൾ നമ്മുടെ തീപ്പരി ചിക്കൻ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കുക്കാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ സാധനം കണ്ട്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിച്ചു 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 മോനെ മോനെ നീ കഴിക്കടാ. അതിൻ്റെ കാര്യമുള്ളൂ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. ചാനലിൻ്റെ പേരൊക്കെ പറയാം. നീ കഴുകി ജനാർദ്ദൻ്റെ സൗണ്ടൊക്കെ വരുന്നത്.